ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് ഇന്ദുജ. സോ ഇന്ന് നമ്മൾ നമ്മുടെ ഈ സ്കൂട്ടറിലും പിന്നെ നമ്മുടെ സ്വന്തം ഷടകം കാറിലും നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും പിന്നെ എൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ബിസിനസ് പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ ലേഡീസ് നീഡ്സ്. ലേഡീസിൻ്റെ ഏറ്റവും വിസിറ്റ് കാര്യങ്ങൾ അതിനകത്ത് കിട്ടും. അത് തുടങ്ങിയിട്ടൊരു 2-3 മാസമായി. എൻ്റെ ആ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുക. അപ്പോൾ ആ ഇൻസ്റ്റാ ഐ ഡിയും പിന്നെ നമ്മുടെ മെയിൻ ഇൻസ്റ്റാഗോഡ് സിന്ധുജ എന്നുള്ളൊരു പ്രൊമോഷനും കൂടെ എൻ്റെ വണ്ടിയിൽ ഞാൻ ഒട്ടിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ ബ്ലോഗേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടികളിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ടാഗ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. ഈ സ്കൂട്ടറിൻ്റെ കഥ അറിയാമല്ലോ. ഒരുത്തൻ വന്ന് ഇടിച്ചതാണ് ആ സംഭവം. അതെല്ലാം ഞാൻ എൻ്റെ വ്ളോഗ്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ഇതിൽ കുറച്ച് ബഡ്ജറ്റ് റൊട്ടേറ്റ് ചെയ്ത് വന്നാലേ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റൂ. തൽക്കാലം ഈ ഭാഗത്താണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്, സ്ക്രാച്ചും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് പേജും കാര്യങ്ങളൊക്കെ ടാഗ് ചെയ്ത് വെക്കാം. അപ്പം ആ ഇടിച്ചതിൻ്റെ ആ ഇടിച്ചിങ്ങനെ തകർന്നിരിക്കുന്ന ആ സംഭവം എനിക്ക് കാണണ്ട. രണ്ടാമത്തെ കാര്യം, ഇതെന്തോന്നാണ്, ഒരു പ്രോമോയുമായി നമ്മുടെ പേജസ് ഗ്രോ ചെയ്യാൻ വേണ്ടി. പിന്നെ യൂട്യൂബിൻ്റെ ആ ഒരു ടാഗ് നെയിമും കാര്യങ്ങളും ഞാൻ വേറൊരു വ്ളോഗിൽ എന്ത് ചെയ്യാം, അതിൻ്റെ സ്റ്റിക്കർ ആയിട്ടില്ല, ആവുന്ന സമയം ഞാൻ എന്ത് ചെയ്യാം, അത് ഞാനിതിൽ ഒട്ടിക്കുന്നത് കാണിക്കാം. തൽക്കാലം ഇടിച്ച ഭാഗം ഞാൻ കാണിച്ചിട്ട്, ഇടിച്ചതെല്ലാം ചഴിച്ചിട്ടതാണ് വണ്ടി ആ കാറുകാരൻ വന്ന്. ഈ സ്കൂട്ടി സിസ്റ്റ് 110ൻ്റെ സ്റ്റിക്കർ ഭയങ്കര കോസ്റ്റ്ലിയാണ്. സ്റ്റിക്കർ ഒരു സൈഡായിട്ട് കിട്ടത്തില്ല, 2 സൈഡായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാനങ്ങ് വിചാരിച്ചു നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡീസും പേജസും എന്ത് ചെയ്യാം, ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ വണ്ടി ത്രൂ പോകുമ്പോൾ അത് കുറേ ഫോളോവേഴ്സും കൂട്ടും. രണ്ടാമത്തെ കാര്യം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സിന്ധുജയുടെ വണ്ടിയാണ്. യൂട്യൂബിൻ്റെ നമുക്ക് അപ്പുറത്തെ സൈഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അത് വരട്ടെ. ആദ്യം ഞാൻ ഇത് ഒട്ടിക്കുന്നത് കാണിച്ചു തരാം. സ്റ്റിക്കറൊക്കെ ഞാൻ ഓൺലൈനാണ് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തത്. സ്റ്റിക്കറിന് ഏകദേശം 2500-3000 എന്തോ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ പൈസ ഇവിടെ സീനല്ല. സംഭവം എനിക്ക് അറിയാം, നമ്മുടെ ഇവിടുത്തെ TVSൻ്റെ ഒരു ഷോറൂമിൻ്റെ സർവീസ് അത്ര നല്ലതല്ല. പോയവർക്കറിയാം. കതിരാവട്ടെ, പിന്നെ ലോക്ടെക്, നളന്തയിൽ ഇപ്പോൾ അവന്മാർ മാറ്റി PMG കിടന്നു. ഇവരുടെ ഒരു സർവീസുകളും കൊള്ളാത്തടത്തോളം കാലം നമ്മളോട് സ്റ്റിക്കറിന് പോകണമെങ്കിൽ ആ TVS ഈ രണ്ടിടത്ത് പോയാലേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ഡിസ്ട്രിക്റ്റിൽ വ്ളോഗിനും ട്രിപ്സിനും പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഓർഡർ ചെയ്യണം. അപ്പോൾ എനിക്ക് അവന്മാരുടെ മുമ്പിൽ ചെന്ന് അവരുടെ ഷോ ഓഫ് എനിക്ക് കാണേണ്ട ആവശ്യമില്ല. സോ എൻ്റെ ഒരു സങ്കടം മറക്കാൻ, അതായത് ഇതിങ്ങനെ ഒഴഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ ആസ് എ ഓണർ ഓഫ് എ വെഹിക്കിൾ ഐ ഫീൽ വെരി സാഡ്. നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവും. മറ്റുള്ളവൻ പറയും ജസ്റ്റ് ഒരു സ്ക്രാച്ച് അല്ലേ, റീ രജിസ്ട്രേഷൻ വരുമ്പോൾ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെയല്ല സംഭവം. നമ്മുടെ വണ്ടിയെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡയലോഗുകൾ പലരിടത്തും പറയാം, പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ, അവനവൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും അത് മാറ്റാനേ നോക്കത്തുള്ളൂ. അപ്പോൾ ഈ സംഭവം അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ എന്ത് ചെയ്തത്, എൻ്റെ കസ്റ്റമൈസ് സ്റ്റിക്കർ അവിടെ ഒട്ടിച്ച് തൽക്കാലത്തേക്കൊരു, അത് കാണുമ്പോൾ എനിക്ക് ഈ ഒരു ഇത് വരില്ലല്ലോ, ഒരു സിൻഡി ഫീലിംഗ്, അത് ഇടിച്ചിട്ട് തള്ളി ഉഴച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന കാണിച്ചു തരാം. വെയിറ്റ്. ഇതാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡീസിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ എൻ്റെ വണ്ടി സിറ്റിയിൽ കൂടെ പോകുമ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ ഒരു ഇത് സൈഡിൽ നോക്കിയാൽ മതി. ബോഡിയുടെ സൈഡ് പാനലിലായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഇതിപ്പോൾ ഒട്ടിക്കുന്നുള്ളൂ ഇൻസ്റ്റാഗ്രാമിൻ്റെ. ഒരെണ്ണം എൻ്റെ ഈ സ്കൂട്ടറിൻ്റെ, ഒരെണ്ണം നമ്മുടെ ആ കാർ റൂട്ടൻ്റെയാണ്. അപ്പം യൂട്യൂബിൻ്റെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്തുപോലെ വ്ളോഗിൽ ഇൻറ്റിമേറ്റ് ചെയ്യാം. എൻ്റെ വണ്ടി ഒരു ടോർട്ടോയ്സ് എന്നല്ല, ഒരു ടെറർ വെച്ചൊരു കളർ പറയും, ഞാൻ തന്നെ മറന്നുപോയി. അതിൽ സ്കൂട്ടി ഫെസ്റ്റ് 110 ആണ്. സോ നോക്കാം, നമുക്ക് നമ്മുടെ കണ്ടൻസിലൂടെ കുറേ ഗ്രോത്ത് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വണ്ടികളൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എന്ത് വേണം, കോപ്പറേഷനും കാര്യങ്ങളും വേണം. ഓക്കെ, നല്ല യൂട്യൂബ് ചാനൽ ഗ്രോത്തും പിന്നെ എൻ്റെ ഇൻസ്റ്റാ ഐ ഡീസും നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കുക. നമുക്ക് നല്ല ലക്ഷറി കാർസ് ഈ എയിമിലൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഇത് ഒട്ടിക്കാം, വാ. കണ്ടോ, ഇതാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്തൊരു അടിപൊളി സ്റ്റിക്കർ. ഒന്ന് എൻ്റെ സെൻ കാറിനും ഒന്ന് എൻ്റെ സ്കൂട്ടി ഫെസ്റ്റിനും. സോ നമ്മൾ ഇതിൽ നിന്ന് ഇളക്കി, ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കണം. ഇത് ഇളക്കി അതിലോട്ട് ജസ്റ്റ് ഒട്ടിക്കലാണ് പരിപാടി ഡിയേഴ്സ്. നോക്കാം എങ്ങനെ സംഭവം. ഫസ്റ്റ് അത് ഇത്രയേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കുക. ഇത് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒട്ടിക്കുക. അതങ്ങനെ ഇളക്കി
ഞാൻ അതിലേക്ക് ഒട്ടിക്കാൻ പോവാണ്. കമോ ഇതേ നമ്മുടെ കുട്ടനിലേക്ക് ഒട്ടിക്കുവാണ്. ഇതാ ഒട്ടിച്ച് കഴിഞ്ഞു. കുറച്ചുകൂടെ ഇത് ചെയ്ത് ഒട്ടിക്കണം. ഇതാ ഭാഗത്ത് തന്നെ ഞാൻ ഒട്ടിച്ചു. ഒട്ടിക്കൽ പരിപാടി ഒരു തവണയാണ് ഒട്ടിക്കേണ്ടത്. ഞാൻ ഒരുപാട് തവണ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. യെസ്, എന്താ ഒട്ടിച്ച് കഴിഞ്ഞു. ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട്. ഒബ്സർവ് ചെയ്താൽ കാണാം. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാവരും എൻ്റെ ഐഡീസ് ഫോളോ ചെയ്യുക. ഓക്കെ, ആ സ്ക്രാച്ച് ഇതിൽ കൂടെയും കാണുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ സ്റ്റിക്കർ ചീറ്റിപ്പോയി ഡിയേഴ്സ്. ഇങ്ങനെയല്ല, മറ്റേ ആ ക്രീമും കൂടെ വരണമായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അറിയാതെ ഒട്ടിച്ചപ്പോഴേ ക്രീം അല്ലാത്ത സംഭവങ്ങൾ അങ്ങ് ചെയ്ത്. സോ ആക്ച്വലി ഇങ്ങനെയായിരുന്നു ഞാൻ ഒട്ടിക്കേണ്ടത്. നേരത്തെ അറിയാതെ ഞാനൊരു ഗ്ലാസ് മാത്രം ഒട്ടിച്ചതിൽ കാണുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ കാറിന് വേറെ സ്റ്റിക്കർ മേടിക്കേണ്ടി വരും. ചീറ്റിപ്പോയി ഡിയേഴ്സ്. കാറിൽ തൽക്കാലം ഞാൻ ഇതങ്ങ് ഒട്ടിച്ചു. മറ്റേ അതിൽ നിന്ന് ഇളക്കി പറക്കി എടുത്ത സ്കൂട്ടറിൽ ഇതിൻ്റെ താഴെ മറ്റേ സാധനം വേണമായിരുന്നു. ഇളക്കിയപ്പോൾ അതിങ്ങ് ഇളകി വന്നു. അതാണ് ശോകമായ അവസ്ഥ. അപ്പോൾ അത് നമുക്ക് വേറെ ഓർഡർ ചെയ്യാം, വിഷയമല്ല. നമ്മുടെ ട്രിപ്പൊക്കെ കഴിയട്ടെ, അതിനനുസരിച്ച് ഓർഡർ ചെയ്യാം. തൽക്കാലം കാറിൻ്റെ ഒരു ലുക്ക് ഇതാ. ബാക്കിലങ്ങ് ഒട്ടിച്ചത്. എനിക്ക് തോന്നുന്നു ഡിയേഴ്സ്, ആ ഗ്ലാസിൻ്റെ ആ ഷീറ്റ് മാത്രം ഒട്ടിച്ചാൽ മതിയായിരുന്നു. ഞാൻ എന്തെങ്കിലും മറ്റേ രീതിയിൽ ഒട്ടിച്ച് വെച്ചു. കാരണം ഐ എം ഡൂയിങ് ദാറ്റ് തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. സോ ഐ ഡോണ്ട് നോ വെദർ ഐ പേസ്റ്റഡ് ഇൻ ദ കറക്റ്റ് വേ ഓർ നോട്ട്. ആർക്കെങ്കിലും അത് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വ്ളോഗിൻ്റെ താരം കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് എന്ത് ചെയ്യുക, ഗോഡസിനൊന്ന് സഹായിക്കുക. തൽക്കാലം ഞാൻ കോമിക്കലായിട്ടുള്ള രീതിയിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഗ്ലാസ്സിലേക്ക്, എനിക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് മാത്രം മതിയെന്ന് തോന്നുന്നു. ആ ക്രീം ഷീറ്റിൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു. എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നിൻ്റെ വ്ളോഗിൻ്റെ താരം കമൻറ്റ് ചെയ്യുക. സോ ഇറ്റ് വാസ് എ ക്യൂട്ട് ഷോർട്ട് വ്ളോഗ് റിഗാർഡിങ് മൈ vinyl sticker pasting of my social medias into my both vehicle. One is one Zen car, maroon wala, and the one is scooty Zest. So hope you all enjoyed this comedy vlog of mine. I know I have done some mistakes in this vlog while pasting that vinyl customized sticker into my vehicle. So if you know the right way, you can please guide me out. So thanks for watching my vlog. Keep on supporting me and my growth in all social medias. So until we meet up with the next vlog, you guys take care, stay safe. എല്ലാവരെയും അടുത്ത വ്ളോഗിലൂടെ കാണാം. അതുവരെയും നിങ്ങളുടെ ഗോഡസ് വിട പറയുന്നു. ബൈ.